നമസ്കാരം ഗൈസ്. അപ്പോൾ ഇന്ന് പറയാനുള്ളത് ഇപ്പോൾ കേരളത്തിൽ റീസെൻ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഇതിനകത്ത് ഈ ഇസ്ലാം മത വിമർശനം ചില വീഡിയോകളൊക്കെ ചെയ്യാറുണ്ടല്ലോ, അത് ആൾക്കാർ കാണാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതേ ജോൺറയിൽപ്പെട്ട ഒരു സംഭവമാണ്. എനിക്കത് പറയാനായിട്ട് തീരെ താല്പര്യമില്ല. കാര്യം വെച്ചാൽ ഈ ഇവറ്റുകളുടെ വിളവൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമല്ല. പക്ഷേ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ആൾക്കാർ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ അതുകൊണ്ട് നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പലതല പല പല അഭിപ്രായങ്ങളുള്ള ആൾക്കാരുണ്ടല്ലോ. പല രീതികളിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഫാക്ച്വലായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. എന്തെങ്കിലും ഇല്യൂഷണറി ആയിട്ടൊക്കെ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഒരു പറ്റം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലാണ് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉള്ളത്. അപ്പോൾ അവർ ഇങ്ങനെ എന്താ പറയുക, വളരെ പ്രകടമായിട്ടുള്ള ഒരു കാര്യത്തിന് വേറൊരു നറേറ്റീവൊക്കെ കൊടുത്ത് സംസാരിക്കുന്ന ഒരു രീതികൾ, അതിനോടൊക്കെ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഈ അടുത്തിടക്ക് ഈ കേരളത്തിൽ പാലക്കാട് ഹലാൽ ജിം തുടങ്ങിയതിനെ കുറിച്ച് ഉള്ള ഒരു സംഭവം വന്നു. ഹലാൽ ജിം എന്ന് അതായത് നമ്മൻ്റെ ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണത്. ഹലാൽ ഇവരുടെ ഇതാണല്ലോ, നാടകമാണല്ലോ, കച്ചവട നാടകമാണല്ലോ. ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അത് അയാളുടെ ഒരു കച്ചവട സംഭവമാണ് നബി ഉണ്ടാക്കി വെച്ചത്, ഹലാൽ ഇത് സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഇതിനകത്ത് കിടക്കുന്നതുകൊണ്ടാണ് ഇതുങ്ങളിങ്ങനെ വന്നിട്ട് ഹലാലും കറാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതെല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിക്ക് മുമ്പ് ഒരു കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയല്ല. അപ്പോൾ ഈ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ, ഞാനീ നേരത്തെ പറഞ്ഞ പല രീതിയിൽ സംസാരിക്കുന്നവരുണ്ടല്ലോ. ഒരു പറ്റം ജനങ്ങളുടെ ഒരു സമ്മതിത്വം കിട്ടാൻ വേണ്ടിയിട്ട്, അവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് കുറച്ച് വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. സ്ത്രീകളടക്കമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. സ്ത്രീകളാണ് കൂടുതൽ ഇതിനകത്ത് വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളതും സ്ത്രീകളുടെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അറിയാം. കാര്യം സ്ത്രീകൾ പൊട്ടികളല്ലല്ലോ. അപ്പം കുറച്ച് ജനസമ്മതം കിട്ടും, അത് മതി നമുക്കെന്നുള്ള രീതിയിൽ ഒരു തരം നാടകീയതയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്തോ ഹിന്ദിയിലൊക്കെ പറയുന്ന വീഡിയോകളൊക്കെ പല പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് ഹമാരാ കേരള ഹേ സാർ എന്നൊക്കെ പറഞ്ഞു. യഹാ മതം കൊതം നെയ് ഹേ സാർ, ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് സാർ, പ്രളയം വന്നപ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടായിരുന്നു സാർ, അതാണ് സാർ, ഇതാണ് സാർ എന്നൊക്കെ പറഞ്ഞ് പറയുന്നത്. ഞങ്ങൾ 100% ലിറ്ററസിയൊക്കെയാണ് സാർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ലിറ്ററസി ഉള്ള ആൾക്കാർക്ക് ആത്മാർത്ഥത വേണ്ടെന്നാണ് ഈ പെണ്ണുങ്ങൾ ഈ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ആൾക്കാർ പറയുന്നത്. അങ്ങനെയാണ് അത് കാണിക്കുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒത്തടുത്ത് നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അല്ല, അങ്ങനെയല്ല. ലിറ്ററസി ഉള്ള ആൾക്കാർ സത്യമായിട്ട് പറയുക, നേരായിട്ട് പറയുക. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴാണ് പ്രോഗ്രഷൻ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഒരു എന്താ പറയുക, നിങ്ങളൊരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ ഒരു പ്രോഗ്രഷൻ ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് എന്തെങ്കിലും ഒത്തടുത്ത് നോക്കി സംസാരിച്ചിട്ടല്ല, അതിൽ സത്യമില്ല. അത് നെറിയട്ട സംസാരമാണ്. അത് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന സംസാരമാണ്. അങ്ങനെ നാടകം കളിക്കരുത്, അങ്ങനെയുള്ള ജീവിതം ജീവിക്കാൻ നിൽക്കരുത്, അങ്ങനെയുള്ള സ്വഭാവം വെച്ച് പുലർത്താൻ നിൽക്കരുത്. എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ട് തൊലിക്കാനും നിൽക്കരുത്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം എന്ത് പറയണം, ഈ പാലക്കാട് ഹലാൽ ജിം എന്ന് പറയുന്നത് അതെന്താണ്? കാഫിറുകളുടെ കൂടെ ഇന്ന് വർക്കൗട്ട് ചെയ്ത് എന്താ അള്ളാഹു എന്താണ് വല്ല മൂഞ്ചിച്ച് കളയുക? അതെന്ത് നിയമമാണെന്ന് അറിയാൻ പോലെ. കാഫിറുകളുടെ കൂടെ ഇന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഫാറ്റ് ലോസ് ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ മസിലുണ്ടാവില്ലേ? അപ്പോൾ എന്നിട്ട് അതൊരു കച്ചവടവൽക്കരണം. എന്നിട്ട് പിന്നെ ഒരു ഭാഗത്തുനിന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, ഈ ഇസ്ലാമിക രാജ്യമാക്കാനൊന്നും ഞങ്ങൾ ശ്രമിക്കുന്നില്ല, ഞങ്ങളുടേതായിട്ടുള്ള കളികളൊന്നും കളിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല, ഞങ്ങൾ ഇങ്ങനെ പോകുന്നു അങ്ങനെ പോകുന്നു. പിന്നെ ഇത് പിന്നെ എന്ത് തേങ്ങയാണ്? ജിമ്മിൽ പോലും ഒരു സമാധാനം കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇത് ട്രെൻഡായി വന്നു കഴിഞ്ഞാൽ 10 കാക്കാന്മാർ പിന്നെ ഇറങ്ങും ഹലാൽ ജിമ്മെന്നും പറഞ്ഞു കൊണ്ടിട്ട്. എന്നിട്ട് പിന്നെ കുറച്ച് കാക്കാന്മാരെ ഇതാക്കാനായിട്ടുള്ളത്. എന്നിട്ട് പിന്നെ എന്ത് പറയാനാണ്? എന്നിട്ട് പിന്നെ ഈ നിസ്കാരപ്പയുമായിട്ട് പോയിക്കോ, അവിടെ നിന്ന് ക്രഞ്ചസ് അടിക്കാം, എന്നിട്ട് നിസ്കാരം അടിക്കാം. പിന്നെ വേറെ എന്തെങ്കിലും കുടുങ്ങിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ആക്കാം. അങ്ങനെ ഇതുങ്ങളുടെ കാര്യമല്ലേ, പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഓരോരോ ഗീർവാണങ്ങളും മലവാണങ്ങളും ഒക്കെ വന്നിട്ടാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പോൾ വലിയ കാര്യത്തിന് ഈ ആൾക്കാർ, ഈ സോഷ്യൽ മീഡിയ ചെയ്യുന്ന ആൾക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ആൾക്കാർ, ഈ സമ്മതം കിട്ടാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള പടങ്ങൾ നോർത്ത് ഇന്ത്യയിലും മറ്റു ഭാഗങ്ങളും ഈ കേരളത്തിനെ കുറിച്ച് കരിവാരിത്തേക്കാൻ ഇടയാവും, കരിവാരിത്തേക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പം എന്താ കരിയല്ലേ? ഇൻ്റർനാഷണൽ മീഡിയ വരെ പറയുന്നുണ്ട് ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. ഇപ്പോൾ നാണക്കേടൊന്നുമല്ല, ഇത് ഓപ്പണായിട്ട് കാണിക്കുന്ന കാര്യമാണ് ഈ കാണിക്കുന്നത്. മനസ്സിലായ? ഈ ഒരു മതം വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുക എന്നുള്ളത്. അപ്പോൾ കേരളത്തിൽ അഭ്യസ്തവിദ്യരാണ്, എല്ലാവർക്കും നല്ല ബോധമുണ്ട്, വെളിവുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ വെളിവിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇന്നും അറിയാൻ പോലെ, മലയാളികൾക്ക് ഇന്നും അറിയാൻ പോലെ. ഒത്തെടുത്തിട്ട് നോക്കി സംസാരിച്ചിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കരുത്. അത് ഹിജടകളുടെ ജീവിതമാണ്, മരപ്പട്ടിയുടെ ജീവിതമാണത്. അങ്ങനെ ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല. എൻ്റെ അപ്പനൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ പറയുമായിരുന്നു, 10 നാൾ മനുഷ്യനായിട്ട് ജീവിക്കണം, 3 നാൾ മരപ്പട്ടിയായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ലെന്ന്.
എന്ന് പറയുന്ന മാതിരിയാണ്. മനുഷ്യരാണ്, മനുഷ്യർക്ക് അവിടെ ഇവിടെയൊക്കെ തെറ്റുകളും വീഴ്ചകളൊക്കെ പറ്റും. പക്ഷെ എന്നാലും നമ്മളുടെ ആ ഒരു നേരും നിറയും ഓത്തൻറ്റിസിറ്റിയും നേരെ പോകുന്നുള്ള സംഭവമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ ഒത്തരത്തിലൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ ആൾക്കാർക്ക് അറിയാം. ഇപ്പം എന്ത് തന്നെ തള്ളിയാലും കൊള്ളാം. ഇപ്പം ഇങ്ങനെ വന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ എങ്ങനെയൊക്കെ തള്ളിയാലും കൊള്ളാം, എങ്ങനെയൊക്കെ മതസൗഹാർദ്ദം ഉണ്ടാക്കിയാലും നല്ലവരായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചാലും ആൾക്കാരെ കൂട്ടാൻ ശ്രമിച്ചാലും ഇത് കാണുന്ന ആൾക്കാർക്ക്, സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്നുള്ളത് ഇവളെന്തിനാണ് അല്ലെ ഇവനെന്തിനാണ് വന്നിട്ട് ഇമാർ തള്ളുന്നതെന്ന്. ഇതര മതസ്ഥരാണെങ്കിലും വന്നിട്ട് ഇങ്ങനെ വെച്ച് തള്ളുമ്പോഴത്തേക്കും അവർക്ക് അറിയാം എന്താണ്. പിന്നെ ഈ മതത്തിലുള്ളവന്മാർ തള്ളുക, അവർക്ക് തള്ളിയേ പറ്റൂ, തള്ളിയില്ലെങ്കിൽ അവന്മാർ ആരായി എന്നുള്ള സംഭവമാണ്. നമ്മൾ അവരെയാണ് സപ്പോർട്ട് സഹായിക്കേണ്ടത്. കാരണം ഇങ്ങനെ തള്ളരുത്, മനസ്സിലായോ? നേരായിട്ട് പറയുക, നീയൊക്കെ എന്തിനാ തള്ളുന്നത്? തള്ളേണ്ട ആവശ്യമില്ല. തള്ളിയിട്ട് ഇവിടെ ഒരാൾക്കും ഒന്നും കിട്ടാനില്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, അവിടെ കേരളം എന്നൊരു സംസ്ഥാനമുണ്ട്, അവിടെ കുറേ മലയാളികളുണ്ട്. അവർ കുറച്ച് അഭ്യാസ വിദ്യയും ബുദ്ധിയും ബോധമൊക്കെ ഉള്ളവരാണ്. അതിൻ്റെ ക്വാളിറ്റി കാണിച്ച് അങ്ങനെ ജീവിക്കുക, ഈ വേണ്ടാത്ത കാര്യങ്ങൾ അബോളിഷ് ചെയ്യുക, അതിന് ശ്രമിക്കുക എന്നുള്ളതിന് ഒരു ഉത്തേജനമാകുക. അതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്, ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരുമാതിരി കൊണോ എന്ന് പറഞ്ഞ് പറയാൻ നിൽക്കരുത്, നേരാക്കി പറയുക. ഇപ്പോൾ ഈ കാണിക്കുന്ന കച്ചവടം, ഈ കാണിക്കുന്ന ഒരു എന്താ പറയുക ഇസ്ലാമൈസേഷൻ എന്നൊക്കെ പറഞ്ഞ സംഭവം, അത് തന്നെയാണ് ഇവിടെയുള്ള ഈ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത്. അത് മനുഷ്യരുടെ മനസ്സ് കുറച്ചുകൂടി വികസിക്കണം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ മുസ്ലിം മതത്തിൽപ്പെട്ട ആൾക്കാർ ചിലപ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ പൊള്ളുമായിരിക്കും. പക്ഷേ ആരും പൊള്ളിക്കാനല്ല, മനസ്സിലായോ? നമ്മൾ ഇന്ത്യക്കാരായിട്ട് ജീവിച്ചാൽ മതി. ഇനി അറ്റ്മോസ്റ്റ് നമ്മൾ മലയാളികൾ എന്നുള്ള രീതിയിൽ അവിടെയെങ്കിലും ഇതില്ലാതെ, ഈ സംഭവം ഇല്ലാതെ പോയച്ചാൽ മതി. പിന്നെ മറ്റു മതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതും ക്രിസ്ത്യാനികളുണ്ട്, മറ്റേ ഹിന്ദുക്കളുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർക്കൊന്നും ഇമ്മാരിയുള്ള തൊലിഞ്ഞ ഇടപാടൊന്നുമില്ല. ഇത്രയും തൊലിഞ്ഞ ഇടപാട് ആപ്പടെ കാക്കാമാർ മാത്രമേ കാണിക്കുള്ളൂ. ഇനി അത് തീർത്തിട്ട് മാത്രം ബാക്കിയുള്ളവർ വിമർശിച്ചാൽ മതി. നീയൊക്കെ വിമർശിക്കണമെങ്കിൽ, മനസ്സിലായി? ആദ്യം നീയൊക്കെ അതിനകത്തുനിന്ന് വിട്. ഇങ്ങനെയുള്ള കാണിക്കുന്ന ആൾക്കാർ ഇതും വെച്ചുകൊണ്ട് നടക്കാനുള്ള 10 പേരില്ലാണ്ട് ഒരു തേങ്ങയും ചെയ്യാൻ പറ്റാത്തവന്മാരുണ്ടല്ലോ, അവന്മാരെ ആദ്യം നന്നായിട്ട് അതങ്ങ് തീർക്ക്. എന്നിട്ട് ആ ബുദ്ധി കാണിക്കും, മലയാളികളുടെ ബുദ്ധി കാണിക്കും, ബുദ്ധിയും കഴിവും ഒറ്റക്കൊറ്റക്ക് നിന്ന് ചെയ്യാൻ പറ്റുന്ന കഴിവ് കാണിക്കും. എന്നിട്ട് ബാക്കിയുള്ളവനെ പറ, ഒറ്റക്കൊറ്റക്ക് നിന്നോട് പറ. അപ്പോൾ ആൾക്കാർ അംഗീകരിക്കും. അതാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത്. കാര്യം ഇങ്ങനെ ഒരു വീഡിയോ കാണാനിടയായി, അങ്ങനെ കുറച്ച് കമൻറ്റുകളും ഒക്കെ കാണാനിടയായി, അതിനകത്ത് ചില കമൻറ്റുകൾ ഇടാനിടയായി. അപ്പോൾ അതിനകത്തും വരുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇൻഫ്ലുവൻസേഴ്സൊക്കെ വന്നിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനിടയായി. അതിൻ്റെ ഒരു പ്രചോദനത്തിലാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. അപ്പോൾ ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഇങ്ങനെ ഇസ്ലാം മതം എന്നുള്ള രീതിയിൽ കച്ചവടം ഉണ്ടാക്കാൻ നിൽക്കരുത്. അതൊക്കെ പണ്ടേ വിട്ടുപോയ കാര്യങ്ങളാണ്. ആ സംഭവം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അത് വെച്ച് ഓടിക്കാൻ നിൽക്കരുത്. എന്തെങ്കിലും കച്ചവടം ചെയ്യാനാണെങ്കിൽ ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കാൻ നോക്കുക, ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വാല്യൂ കൊടുക്കാൻ പറ്റുന്നത് അത് കൊടുക്കാൻ നോക്കുക. അല്ലാണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ഒരു നാറിത്തരമാണ്. മലയാളികളുടെ എന്നുള്ള രീതിയിൽ നമ്മളെ ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. ജയ് ഹിന്ദ്, ലാൽ സലാം, ജയ് ചിഞ്ചു.